ഹലോ ഗൈസ്, ഫ്ലൈറ്റിനുള്ളിൽ ഒരു ദിവസം താമസിച്ചാലോ? നമ്മുടെ ആനിമൽ സിനിമയിലെ നായകൻ രൺബീർ കപൂർ തൻ്റെ ഫസ്റ്റ് നൈറ്റ് ഒരു ഫ്ലൈറ്റിനുള്ളിലാണ് ആഘോഷിക്കുന്നത്, പറക്കുന്ന ഫ്ലൈറ്റിൽ. അങ്ങനെ നമുക്കും ഒരു രാത്രി ഫ്ലൈറ്റിനുള്ളിൽ താമസിച്ചാലോ? അപ്പോൾ കാണിച്ചു തരാം. ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഫ്ലൈറ്റ്. എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റാണ് നിങ്ങൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു ഫ്ലൈറ്റിൻ്റേതായിട്ടുള്ള എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്. ഇതിപ്പോൾ പറക്കുന്ന ഫ്ലൈറ്റ് അല്ല, ഇവിടെ ഇത് ലാൻഡ് ചെയ്തിരിക്കുവാണ്. അപ്പം നമുക്ക് ലഗേജൊക്കെ വെക്കാനുള്ള ബോക്സ് ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും എമർജൻസി എക്സിറ്റും എല്ലാം ഒരു ഫ്ലൈറ്റിൻ്റെ പോലെ തന്നെയുള്ള ഡിസൈനിലാണ് ഈ ഫ്ലൈറ്റ് ഇവിടെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു ബേബി പോണ്ടുണ്ട്. മുമ്പിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ഡൈനിങ് ടേബിളും അതോടൊപ്പം നമ്മുടെ ഫ്ലൈറ്റ് നിയന്ത്രിക്കുന്ന പൈലറ്റ് ഇരിക്കുന്ന സ്ഥലത്തും നമുക്ക് വളരെ മനോഹരമായ ഒരു ബാൽക്കണിയിലൂടെ സുന്ദരമായുള്ള കാഴ്ചകളും കാണാം. അങ്ങനെ നമുക്ക് ഇത്രയും സൗകര്യങ്ങളാണ് ഫ്രണ്ട് സൈഡിലുള്ളതെങ്കിൽ പുറകോട്ട് പോയി കഴിഞ്ഞാൽ വളരെ സുന്ദരമായ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമും അതിനോട് ചേർന്ന് തന്നെ അടിപൊളിയായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരു ബാത്റൂമും ഉണ്ട്. ഫ്ലൈറ്റിനുള്ളിലാണെങ്കിലും ഇത് കൺജസ്റ്റഡ് ഒന്നുമല്ല, വളരെ സ്പേഷ്യസ് ആണ്. ഇതൊക്കെയാണ് സൗകര്യങ്ങൾ. അപ്പോൾ ഈ ഫ്ലൈറ്റിൽ കയറണമെങ്കിൽ നമ്മുടെ കേരളത്തിൽ എയർപോർട്ടൊന്നും ഇല്ലാതെ ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയിൽ നിന്ന് കോട്ടയത്തേക്ക് വരുന്ന വഴിയിൽ 8 കിലോമീറ്റർ മാറി ലബ്ബക്കട ജംഗ്ഷനിലുള്ള ഹൈ റേഞ്ച് വില്ലാസിലാണ് നമ്മുടെ ഈ ഫ്ലൈറ്റ് പാർക്ക് ചെയ്തിരിക്കുന്നത്.